ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പാർ റെസിപ്പിയാണ്. സാമ്പാർ വയ്ക്കാനായിട്ട് എന്തൊക്കെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. 2 സവാള അരിഞ്ഞതുണ്ട്, നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു 4 തക്കാളി ഉണ്ട് കേട്ടോ, കുഞ്ഞൻ തക്കാളിയായിരുന്നു. ഇതിൽ അവരയ്ക്ക, ക്യാരറ്റ്, പിന്നെ ബീൻസും കൂടെ അരിഞ്ഞതുണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക ഉണ്ട്, പച്ചമുളക്, പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കടുക് വറക്കാൻ കടുകുണ്ട്, സാമ്പാർ പൊടിയില്ലേ ഇത്, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് ശകലേ ചേർക്കത്തുള്ളൂ, മുളക് പൊടി ഒരു പേരിന്. പിന്നെ കായമുണ്ട്, വഴുതനങ്ങ കഷ്ണിച്ച് വെള്ളത്തിൽ ഇട്ടേക്കുക കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി. അന്നേരം അങ്ങോട്ട് എടുത്ത് ഇടുക, എന്നിട്ട് അത് ലൈറ്റായിട്ട് കറക്കാൻ തുടങ്ങി. മാങ്ങ ഇല്ല. അടുപ്പ് അങ്ങോട്ട് ഓൺ ചെയ്ത് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിച്ച് വെച്ചിട്ട് കഷ്ണമെല്ലാം അരിഞ്ഞത്. പിന്നെ അടുപ്പ് അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ആദ്യം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമ്മിറ്റി ഓഫീസിൽ വന്ന് രേഖപ്പെടുത്തണമെന്നൊക്കെ പറയത്തില്ല, അതുപോലെ പ്ലീസ് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വല്യുള്ളി ഇട്ട് കൊടുത്ത് അതിനെ വഴറ്റാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വഴന്ന് വരെ ഇച്ചിരി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ ഒരു ശകലവും കൂടെ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് ടക്കുന്ന അതിൻ്റെ ജോലി തീരും. ഓക്കെ. അപ്പം നമ്മൾ കേരളത്തിലെ സാമ്പാർ എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയൊക്കെ വയ്ക്കുന്ന സാമ്പാർ ഇത് ഒരു ടേസ്റ്റാന്ന് തോന്നുന്നു. നല്ല ചോറിനാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിൽ അതെല്ലാം നല്ല ടേസ്റ്റാണ്. ഫേമസ് അമ്മയുടെ സാമ്പാർ. അതുപോലല്ലേ ഇവിടുത്തെ സാമ്പാർ. ഇവർ ഓരോ പീസായി ഓരോ വെജിറ്റബിൾ വേറെ ആയിട്ടാണ് വഴറ്റി എടുത്ത് അവസാനം വെള്ളം ഒഴിച്ച് പിന്നെ അങ്ങനെ വേവിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അവിടെ ആണെങ്കിൽ കുക്കറിനകത്തോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ചതുരം കഷ്ണമായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് അവനെ എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് ഒരു പിടി പരിപ്പ്, ഒരു കൈ പരിപ്പൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇടുന്നത്. പക്ഷേ ഇവിടെ ഒരു 150-200 പരിപ്പിനെങ്കിലും ഇടും. 200-250 ഗ്രാം പരിപ്പ് ഇഷ്ടംപോലെ ചേർക്കും, പരിപ്പ് തക്കാളിയൊക്കെ. അങ്ങനെ എന്നിട്ട് എല്ലാം കൂടെ കുക്കറിലിട്ട് നമ്മളൊരു അടിച്ചെടുത്ത് പിന്നെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ട് കടുക് വറുത്തൊഴിച്ചാൽ നമ്മുടെ സ്വയം സാമ്പാർ റെഡിയാണ്. പക്ഷേ ഇവിടെ ഓരോന്നോരോന്ന് അങ്ങോട്ട് വഴറ്റുക. ഉള്ളി കഴിഞ്ഞിട്ട് ഉള്ളിയുടെ പുറകെ വന്നത് തക്കാളി, പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കയും ചേർത്തങ്ങ് ഇട്ട്. ചിലപ്പോൾ മുരിങ്ങക്ക ഒരു തിള വന്ന് കഴിഞ്ഞിട്ട് മുരിങ്ങക്ക അത് വെന്തങ്ങ് ഉടയുമെന്നും പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഇടും, ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ഇടും. അങ്ങനെ നമ്മുടെ തക്കാളി മാത്രമല്ല ബാക്കി എല്ലാ പച്ചക്കറികളും ഒരു ഇത് നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇവന്മാരെല്ലാം നല്ല വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കിടക്കുന്ന സ്പൂണ്. പിന്നെ മുളക് പൊടി ഒരു ശകലം ഇട്ടിട്ടുള്ളൂ. ഇതുകൂടെ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ വഴറ്റി ഒരു ശകലം കായവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഈ സാധനത്തിനെ ആദ്യം വേവിച്ചെടുക്കാം. നമുക്ക് അടി പിടിക്കാതെ നോക്കിക്കോണം. പൊടിയൊക്കെ ഇടുമ്പോൾ ശകലം സിമ്മിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇവനെ വെള്ളം ഒഴിച്ച് വേവിക്കാം. ഫസ്റ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. കുക്കറിനകത്ത് പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫോൺ ഇടയ്ക്കൊന്ന് വന്നു കേട്ടോ, സോറി. അങ്ങനെ നമ്മളതിനെല്ലാം വഴറ്റിയെടുത്ത് റെഡിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ള പുറപ്പാടിലാണ്. അതിന് അടച്ച് വെച്ച് സമാധാനമായിട്ട് അതവിടെ ഇരുന്ന് വെന്തോളൂ. ഈ സമയത്ത് നമ്മൾ ഈ ഗ്യാപ്പിലാണ് നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്നത്. പക്ഷേ ഞാൻ തേങ്ങ മുന്നേ അരച്ചുകൊണ്ട് അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തേങ്ങ ഒരു ശകലം പിന്നെ അരഞ്ഞു പോയി. തേങ്ങ നല്ല മിക്സിയിലിട്ട് ഒരു കറക്കിയാൽ മതി, അപ്പോഴത്തേക്ക് റെഡിയാവും. നമ്മൾ തേങ്ങ തിരുവി എടുക്കുമല്ലോ, ഇവിടെ തേങ്ങ വെട്ടിയിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിക്കണം. പുളി ചേർത്തിട്ടില്ല, പരിപ്പും പുളിയും കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കാം. നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുക. ഇതിന് വെള്ളം പോരാ, വെള്ളം ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കണം. സാമ്പാർ ഇച്ചിരി നീളത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിനും ഒരു ടേസ്റ്റാണ്, കുറുകിയിരിക്കുകയാണെങ്കിൽ അതിനും ഒരു ടേസ്റ്റ്. ഇഡ്ഡലിയൊക്കെ തിന്നണമെങ്കിൽ നമുക്ക് ഇച്ചിരി നീളത്തിയിരിക്കുന്ന സാമ്പാറാണ് നല്ലത്. ചോറിനൊരു ശകലം കുറുകിയ സാമ്പാർ, അതാണ് ഒരു വെറൈറ്റി. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതിനെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം, മല്ലിച്ചെടി ഇട്ട് കൊടുക്കണം, പിന്നെ കടുക് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ തീരും.
വെള്ളം പോരാന്ന് തോന്നി ഒരു ശകലോട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിരുന്ന് തിളക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമ്മൾ എല്ലാം കുക്കിംഗ് വീഡിയോ ആയിരുന്നു ഇടുന്നത്. ഓരോ ദിവസം ഓരോ സാമ്പാർ, പരിപ്പ് രസം, പിന്നെ പൊങ്കൽ, പുളിയോദര, തൈര് സാദം, അങ്ങനെ തക്കാളി, അങ്ങനെ ഓരോന്നോരോന്ന് അന്നെല്ലാം അതായിരുന്നു ഇടുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് ഇടുന്നില്ല. ഇതെല്ലാം നമ്മൾ ആൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇടാത്തത്. അപ്പോൾ ഒരു ശകലം സാമ്പാർ പൊടിയും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മണത്തിന് വേണ്ടി. അങ്ങനെ പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് അടിച്ച് ഒന്നുകൂടെ ചെയ്യാം, നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണട്ടെ എന്നും പറഞ്ഞ് തമിഴ്നാട് സാമ്പാർ ഞാനാന്ന് കാണട്ടെ എന്നും പറഞ്ഞ് പിന്നെ ഒന്നുകൂടെ നമ്മൾ പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഒരുവിധം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. കടുക് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അരഞ്ഞു പോയെന്ന്, അതുകൊണ്ട് വലുതായിട്ട് അത് പിന്നെ അതിനകത്തങ്ങ് നല്ല മിക്സായി പോയി. തേങ്ങ കാണാൻ വേണ്ടി പോലും ഇല്ല. കുറച്ചിടത്തേ ഉള്ളൂ. നമ്മളവിടെ സാമ്പാറിന് തേങ്ങയൊന്നും ഇടത്തില്ല. ഇവിടെ സാമ്പാറിന് തേങ്ങയിടും, ചിക്കന് തേങ്ങയിടും, തേങ്ങ അരച്ച് വയ്ക്കും. പക്ഷേ ഉപ്പുമാവിന് തേങ്ങ ഇടത്തില്ല. അതാണ് തമിഴ്നാട്. എല്ലാം ഓപ്പോസിറ്റ്. അത് ഓരോ നാട്ടിൻ്റെ വ്യത്യാസങ്ങളും വ്യത്യാസമായ കൾച്ചറും. ഇനി കടുവറുത്തതൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ സാമ്പാർ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വലിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.